ഏതൊരു കുടുംബത്തിലും കാണാം, നമ്മളൊരു വലിയ പ്രതിസന്ധിയിലോ പ്രശ്നങ്ങളിലോ പെട്ടു നിൽക്കുമ്പോൾ, ശ്വാസം മുട്ടുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാതെ ശത്രുക്കളുടെ കൂടെ ചേർന്ന് നമ്മളെ കൂടുതൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ചിലർ. അത് മറ്റാരുമായിരിക്കില്ല, നമ്മൾ സ്വന്തമെന്ന് വിചാരിച്ച നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയായിരിക്കും അത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പുറത്തുനിന്നുള്ള ശത്രുക്കളെക്കാൾ മുൻപേ നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ ഓടിയെത്തുന്നത് ഇവരായിരിക്കും. പുറമേ നമുക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഉള്ളിൽ വലിയ ചതികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും ഇവർ. നമുക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന വ്യാജേന ശത്രുപക്ഷത്ത് പോയിരുന്ന് നമുക്കെതിരെ സംസാരിക്കാനും നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞു പരത്താനും ഇവർക്കൊരു മടിയുമുണ്ടാകില്ല. നമ്മളെ എവിടെ അടിച്ചാലാണ് വേദനിക്കുക എന്ന് പുറത്തുള്ളവർക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് ഉള്ളിലുള്ള ഈ മനുഷ്യരായിരിക്കും. നമ്മൾ അത്രമേൽ വിശ്വസിച്ച ഈ കുടുംബത്തിലുള്ളവർ തന്നെ ശത്രുക്കൾക്ക് കൂട്ടുനിന്ന് നമ്മളെ പുറകിൽ നിന്ന് കുത്തുമ്പോൾ അത് താങ്ങാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അങ്ങനെ ചില ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന മുറിവുകൾ അത് വളരെ ആഴത്തിലുള്ളതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വലിയ ചതിയന്മാരാണ് ഇങ്ങനെയുള്ള ചില മനുഷ്യർ. പക്ഷേ ഒന്നോർക്കുക, ഇവർ ശത്രുക്കളുടെ കൂടെ കൂടിയത് നിങ്ങളെ തോൽപ്പിക്കാനായിരിക്കും. പക്ഷേ ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് നിങ്ങൾ ജയിച്ച് കയറുമ്പോൾ തോറ്റുപോകുന്നത് പുറത്തുനിന്നുള്ള ശത്രുക്കൾ മാത്രമല്ല, കൂടെ നിന്ന് കുതികാൽ വെട്ടിയ ഈ സ്വന്തക്കാരായ ചതിയന്മാർ കൂടിയാണ്. അതുകൊണ്ട് ഒന്നുറപ്പിക്കുക, വീഴ്ചകളിൽ കൂടെ നിൽക്കാത്തവരെ വിജയങ്ങളിൽ നമ്മൾ കൂടെ കൂട്ടേണ്ടതില്ല. ഇത്തരം ചതികളെ ജീവിതത്തിലെ വലിയൊരു പാഠമാക്കി മാറ്റുക. പുറത്തുനിന്നുള്ള ശത്രുക്കളെക്കാൾ അപകടകാരികളായ ഈ സ്വന്തം ചതിയന്മാരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകലം പാലിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുക. തീർച്ചയായും വിജയം നിങ്ങളുടെ കൂടെയുണ്ട്. താങ്ക് യു.